ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിത് പ്രഷർ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ പ്രഷർ കുക്കർ ഇവിടെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 പേർക്കുള്ള പാകത്തിനുള്ള സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ 3 ലിറ്ററിന്റെ പ്രഷർ കുക്കറാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ഈ ചൂടായ പ്രഷർ കുക്കറിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ചൂടായ നെയ്യിലേക്ക് ഒരു 4 ഏലക്ക, 2 കഷ്ണം പട്ട, ഒരു 4-5 ഗ്രാമ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക്, 2 കഷ്ണം ബേ ലീവ്സും കൂടി ഇട്ട് കൊടുക്കണം. ഈ മസാലയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു സവാള നീളത്തിൽ നേരിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഒരു 4-5 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി സവാളയിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റാം. സവാള ബ്രൗൺ കളറൊന്നും ആകണ്ട, ഒന്ന് സോഫ്റ്റ് ആയി ഒരു പിങ്ക് കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഒരു 8 ബീൻസ് ഇതുപോലെ നീളത്തിൽ മുറിച്ചത്. ഞാനിവിടെ ഇത്രയും പച്ചക്കറികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഗ്രീൻ പീസും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഫ്രോസൺ ആയതുകൊണ്ട് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് കുക്കായതിന് ശേഷം മാത്രമേ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പച്ചക്കറികളെല്ലാം ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട, 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്ക് ഇത് കുക്കായി കഴിയുമ്പോഴത്തേക്കും തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുള്ളതാണ്. ഉപ്പുപൊടി നമ്മൾ സവാള വഴറ്റിയപ്പോൾ ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇപ്പം ചേർക്കുന്നില്ല. ഇനി കുക്കായി കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി പ്രഷർ കുക്കർ മൂടി ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട. ഒരു വിസിൽ വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ വിസിൽ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടിട്ട് അതിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. പച്ചക്കറികളൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും വെന്തൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പാൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് 2 പാലാണ് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ ഫ്രഷ് തേങ്ങ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ കോക്കനട്ട് പൗഡറോ വേണമെങ്കിൽ തേങ്ങാപ്പാലിനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ നമ്മളിങ്ങനെ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് വെച്ച് സ്റ്റൂ ഉണ്ടാക്കുമ്പോഴാണ് അത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ സാധാരണ ഗ്രീൻ പീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പച്ചക്കറിയുടെ ഒപ്പം ഇട്ട് വേവിക്കാം. ഫ്രോസൺ ആയതാണ് ഞാനിത് പച്ചക്കറിയൊക്കെ കുക്കായതിന് ശേഷമാണ് ഇതിൽ ചേർക്കുന്നത്. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം സ്റ്റൂ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഇതൊന്ന് കുറുകാനായിട്ട് അനുവദിക്കണം. 2 പാൽ ചേർത്ത് കഴിഞ്ഞ് സ്റ്റൂ ഇപ്പം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് നല്ല കുറുകിയ 1 പാലും കൂടി ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റൂ നന്നായിട്ട് കുറുകിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് 1 പാൽ ചേർക്കാൻ പാടുള്ളൂ. 1 പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റൂ തിളക്കാൻ അനുവദിക്കരുത്. 1 പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് സ്റ്റൂ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. സ്റ്റൂ നന്നായിട്ട് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി റെഡിയായ സ്റ്റൂവിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി കഴിഞ്ഞാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുട്ട്, അപ്പം, ഇടിയപ്പം ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.